പറയുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മഞ്ഞ് കറങ്ങി ഇങ്ങോട്ട് വരികയാണേ. നോക്ക്, മഞ്ഞ് ആ ഒരു നദിയിലേക്ക് വന്ന് ഇറങ്ങുന്നൊരു കാഴ്ച. അടിപൊളി, അടിപൊളി. പടച്ചോനെ, ചെങ്ങായി ഏതൊഴിയാ പോയി. മക്കളെ ശ്രദ്ധിച്ച് നോക്കി, എൻ്റെ കൺപീലിയൊക്കെ ഈ പറ്റി പിടിച്ചിരിക്കുന്നത് പൊടിയല്ല കേട്ടോ, മഞ്ഞാണ്. നോക്ക്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ നമ്മൾ മഡൗസ്, അതായത് നമ്മുടെ പുൽമേട് മൊട്ടക്കുന്നിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും കേരളത്തിൻ്റെ സ്കോട്ട്ലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാഗമൺ. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറാമല്ലേ? നമ്മളതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയേക്കാം. നല്ല മഴക്കോളുണ്ട്, മഴക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയുധം നമ്മുടെ കയ്യിൽ നമ്മൾ കൈവിടാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി വെക്കാം. ശരി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, ആ മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, നല്ല തിരക്കൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറി വെക്കാം. ടിക്കറ്റ് റേറ്റ് അല്ലേ? ടിക്കറ്റ് റേറ്റ് ഇവിടെ ഉണ്ട്. 25 ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്ക് 15, അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ തന്നെ നമുക്ക് കോട ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചക്കരെ? മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇടിമിന്നലെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ബാധിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ മാക്സിമം നമ്മൾ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇത്ര മഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷെ നോക്ക്, പറയുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന ഒരു ടൈമിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കോട ഇറങ്ങിയിട്ട് നോക്ക്, ഉഷാറായി. അവിടെ കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. ഇത് ശരിക്കും വാഗമണിൽ വന്നാൽ കാണേണ്ട ഒരു സ്ഥലമാണ്. മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ്, സൈക്ലിങ്, കയാക്കിങ്, ബോട്ടിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നടന്ന് മൊട്ടക്കുന്നിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് മിന്നൽ രക്ഷ മറ്റേതാണെന്ന് തോന്നുന്നു കേട്ടോ, ചാലകം. അതിൻ്റെ ഒരു ഇവിടെ താഴെ വാണിംഗ് എഴുതി വെച്ചിരുന്നുണ്ടല്ലേ, ബോർഡിൽ എഴുതി വെച്ചിരുന്നുണ്ടല്ലേ. അങ്ങോട്ടൊക്കെ നോക്ക്. മോനെ അടിപൊളി. ശരിക്കും പേര് പോലെ തന്നെയല്ലേ മൊട്ടക്കുന്ന്? ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മുട്ടയായി കിടക്കുന്ന സ്ഥലം. നമ്മളെ വണ്ടിയൊക്കെ ഇതേ ആ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി. വിചാരിച്ചേക്കാളും കോടമഞ്ഞുണ്ട്. ഞങ്ങൾ ഈ ഒരു സമയമായതുകൊണ്ട് മഞ്ഞുണ്ടാവുമോ കാണൂലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലാണ് വന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാളും മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അവിടെയൊക്കെ നോക്കി കാലികളൊക്കെ മേയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് ഏറ്റവും വൈബാക്കുന്നത്. ഈ ഒരു താഴ്വാരങ്ങളിൽ കൂടെയൊക്കെ മരങ്ങളൊക്കെ വളർന്നിട്ടും ഈ ഒരു മലയിൽ പച്ച പുല്ലുകൾ വളർന്നിട്ടൊക്കെയാണ് ഇത്രയും രസമുള്ളത്. അവിടെ നോക്ക്. പിന്നെ റോഡ് റമീസ് എല്ലാവരും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് മുട്ടക്കുന്ന്? അടിപൊളി സ്ഥലം അല്ലേ? സൂപ്പർ. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഞ്ഞ് വരുന്നു, അങ്ങനെ തന്നെ ദിശ വരുന്നു. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്പോട്ടിൽ തന്നെ എടുത്തോണം. കാരണം ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ മഞ്ഞ് പോകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബേക്കിലൊക്കെ നല്ല കോടമഞ്ഞായിരുന്നു. നമ്മൾ കയറിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ കറങ്ങി ഇപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. നേരെ ബേക്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. നമ്മളെ ബേക്കിലുള്ള മഞ്ഞൊക്കെ അങ്ങോട്ട് മാറി കാറ്റത്ത് കൊണ്ടുപോയിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? ഉഷാറല്ലേ? ഉഷാറാണ് അല്ലേ? ആദ്യമായിട്ട് വാഗമൺ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് 3 പേരും, ഉമ്മയും ചക്കരയും വാപ്പായും. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, മുന്നോട്ട് വരി, നടക്കാം നമുക്ക്. നല്ല തണുത്ത കാറ്റും എല്ലാതുള്ളതുകൊണ്ട് ഉഷാറാണ്. ചൂടൊന്നും തീരെയില്ല കേട്ടോ. വരാൻ പറ്റിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് തന്നെയാണ്. അത്രയ്ക്ക് വലിയ മഞ്ഞ് അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ വരാൻ പറ്റിയ ക്ലൈമറ്റ് തന്നെയാണ്. ഫാമിലി ആയിട്ടും കപ്പിൾസിനൊക്കെ വരാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉഷാറാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കോടമഞ്ഞ് വന്ന് സഹായിച്ചിട്ടുണ്ട്. ചക്കര അതാ പോകുന്നു. ചക്കരേ അങ്ങനെ ഉരുണ്ടങ്ങ് പോകരുത് കേട്ടാ. പിന്നെ വാഗമൺ ടൗണിൽ പോയേ നിൽക്കത്തുള്ളൂ. നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ ഇറങ്ങി ഉഷാറ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ.
ഇത്രയും നേരം അവിടെ റോഡ് ഉണ്ടായിരുന്നു, അവിടെ റോഡ് ഉണ്ടായിരുന്നു ശരിക്കും. റോഡ് കാണുന്നില്ല. നോക്ക് ഏത് മഞ്ഞെന്ന്. അവിടെ നിന്ന് കുറേ കുട്ടികൾ സുഭാഷേ കുട്ടിയേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ മഞ്ഞുമൽ പോലീസിലെ ഡയലോഗുകളൊക്കെ. ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും ഇത് മിസ് ചെയ്തനല്ലേ, ശരിക്കും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമായി. ഇതാണ് മുട്ടക്കുന്ന്. അടിപൊളി അടിപൊളി അടിപൊളി. അമ്മാതിരി മഞ്ഞ്. ആകാശം താഴെ മുട്ടിയതുപോലെ രീതിക്കുള്ള മഞ്ഞല്ലേ. ആകാശം ഭൂമിയിൽ പതിക്കുന്ന ടൈപ്പ് ഒരു മഞ്ഞാണ്. അതെ. അങ്ങനെ നമ്മുടെ മുട്ടക്കുന്ന് എക്സ്പ്ലോറിനൊക്കെ ശേഷം നമ്മൾ ഇവിടെ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ സമയം കണ്ടില്ലേ, 2 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതേപോലെ തന്നെ ഓരോ കുന്നുകളും ഇങ്ങനെ പടർന്ന് വിശാലമായിട്ട് കിടക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് അതാണ്. മഞ്ഞ് കാരണം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, റോഡ് അതാണ്. ഇപ്പോൾ മഞ്ഞൊക്കെ മാറിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞിങ്ങനെ വരുന്നു പോകുന്നതാണ് നടക്കുന്നത്. പിന്നെ ആ ഒരു ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മുടെ സൈക്ലിങ്, അതുപോലെ തന്നെ ഗ്ലൈഡിങ്, ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. ഓക്കെ. പിന്നെ ചോറ് കഴിക്കാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൂടി പോയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ 2 മണി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നീട് ഫുഡ് കഴിക്കണമല്ലോ. ബോട്ടിങ് എവിടെയാണ്? ആ ഭാഗത്താണ് ബോട്ടിങ്. അവിടെ ബോട്ടിംഗ് ആണ്. ഇതേ ഇവിടെ നിന്ന് നേരെ അവിടെ പോയാൽ മതി. അവിടെ ഒരു കായലുണ്ട്, ചെറിയൊരു തടാകമുണ്ട്. അവിടെ ബോട്ടിംഗ് ആണ്. സമയം 2 നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്നാല്. ഇതാ അവിടെ തന്നെ ഫുഡും കഴിക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞാലും കുറച്ച് ലേറ്റായാലും കഴിക്കാമെന്നുള്ള ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും മുന്നിലോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഒരു കുളമാണ്. ഇത് കുട്ടികൾക്കുള്ള ചെറിയ ബോട്ടിങ്ങിനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഫുഡ് പിന്നെ കഴിക്കാൻ തന്നെ എല്ലാവരും പറഞ്ഞു. ഇനി ആരും വിശക്കുന്നതെന്ന് പറയല്ലേ. ഇനി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കുള്ള കാഴ്ചകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചല ഉണ്ട് കേട്ടോ. പച്ചലൊക്കെ പറിച്ചുണ്ടെങ്കിൽ കഴിച്ച് തൽക്കാലത്തേക്ക് വിശപ്പ് മാറ്റിക്കോളിയല്ലേ. ഓക്കെ. അപ്പൊ നോക്കി കഴിക്കണം കേട്ടാ. അപ്പൊ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു തടാകം, ബോട്ടിംഗ് ഒക്കെ ഉള്ള തടാകം. പക്ഷെ ഇവിടെ ഇപ്പൊ ചോദിച്ചപ്പോ റമി എന്താ പറഞ്ഞവര്? ഇടിമിന്നൽ മഴയൊക്കെയാണ് നിർത്തി വെച്ചേക്കുന്നല്ലേ. അപ്പോ ചോറും ഇല്ല ബോട്ടിങ്ങും ഇല്ല, രണ്ടും പകുതി വഴിക്കായി. വാപ്പതോ അവിടെ അത് കൂടെ പോകുന്നുണ്ട്. ഈ റൗണ്ടേ ഉള്ളല്ലേ. ഓക്കെ. ഇവിടെ പക്ഷെ കയാക്കിങ്, ബോട്ടിങ്, നമ്മളെ അതൊക്കെ കുട്ടവഞ്ചി എല്ലാ സെറ്റപ്പും ഉണ്ട്. വേറെ സ്ഥലം സ്പോട്ട് നോക്കി വെക്കാം. പക്ഷെ ഇവിടെ നോക്ക് കുട്ടവഞ്ചി, കയാക്കിങ്, ബോട്ടിങ് എല്ലാം ഉണ്ട്. പക്ഷെ അവരിതോ അവിടെ പൂട്ടാണ് ഗൈസ്, കണ്ടില്ലേ. മഴ ഉടൻ തന്നെ ഉണ്ട്. നമുക്ക് എന്നാലും എന്നാ മുട്ടക്കുന്ന് വിടുന്നതല്ലേ നല്ലത്. മുട്ടക്കുന്ന് വിടാം. കോടമഞ്ഞ് ഇപ്പതേ നേരെ ആ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പോവാം അല്ലേ. ഇവിടെ നിന്ന് പോവാം. കാരണം നമ്മളിവിടെ നിന്നിട്ടും കാര്യമില്ല. കാരണം ഇതാണ് സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഈ തടാകത്തിന് കുറുകെ ആ ഒരു എൻഡിൽ പോയി നിൽക്കും. സിപ്പ് ലൈൻ ഇല്ല. അവിടുത്തെ സൈക്ലിങ്ങിൻ്റെതാണ്. അവിടെ നിന്ന് ഇങ്ങനെ തടാകത്തിന് മുകളിൽ കൂടി സൈക്കിൾ ചവിട്ടി പോകുന്നത് അതില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നിർത്തി വെച്ചേക്കാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ മഴയും പിന്നെ മിന്നലും ഇടിയൊക്കെ കാരണം നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബാഡ് ലക്ക് എന്ന് തന്നെ പറയാൻ നമുക്ക് ഏതായാലും പിന്നെ ആസ്വദിക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ടു. മഞ്ഞ്, കോടമഞ്ഞ് ഇങ്ങനെ ചുഴലി പോലെ കറങ്ങിയാണ്. നമുക്ക് കോടമഞ്ഞ് ചുഴലി പോലെ കറങ്ങിയിട്ട് നോക്കി അടിപൊളി. അതിൻ്റെ നേരെ വേക്കില് വെയില്. മനോഹരമായ കാഴ്ചകൾ കേട്ടോ, മനോഹരമായ കാഴ്ചകൾ. സൂപ്പർ. ഓക്കെ. കാർമേഘം അല്ല, സംഭവം മഞ്ഞ് തന്നെ, കോടമഞ്ഞ് തന്നെയാണ്. സൂപ്പർ. കണ്ടേ, പറയുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മഞ്ഞ് കറങ്ങി ഇങ്ങോട്ട് വരികയാണേ. നോക്ക്, മഞ്ഞ് ആ ഒരു നദിയിലേക്ക് വന്ന് ഇറങ്ങുന്നൊരു കാഴ്ച. അടിപൊളി അടിപൊളി. സൂപ്പർ. മഞ്ഞുമൂടി മഞ്ഞതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നോക്കി നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ വാപ്പയെ കാണാൻ പോലില്ല. ആ രീതിക്ക് മഞ്ഞായി. വന്നോളി വാപ്പ, ഇവിടെ ക്ലോസ് ആണ്.
ഓക്കെ, മഴ പൊടിയുന്നുണ്ട്, കാലാവസ്ഥ പ്രതികൂലമാണ്. വേഗം വേഗം നമുക്ക് പോയാലേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താം. അതൊക്കെ മാറി. അവിടുത്തെ മലയും പിന്നെ തടാകമൊക്കെ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. വന്നോളൂ വന്നോളൂ, നടന്നോളൂ നടന്നോളൂ. മഴ കുട ഉണ്ട്, പക്ഷേ നല്ല കാറ്റായിരിക്കും. പാപ്പാ കുട പറക്കും. ഓ, കാണാൻ തന്നില്ല. ഓ എന്റെ മോനെ, അടിപൊളി മഞ്ഞ്, സൂപ്പർ മഞ്ഞ് കേട്ടോ. പോയ ആൾ എങ്ങോട്ട് പോയെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളത് അവിടെ നിന്നാണ് നടന്നു കയറി വന്നത്. പക്ഷെ നോക്കേ, ഒരു ഐഡിയ ഇല്ല. ടയർ കാണില്ല. വീലിന്റെ ഉള്ളിൽ കൂടി റോപ്പ് പോകും അല്ലേ? അല്ല, പക്ഷെ ഇവരുടെ ആക്ടിവിറ്റി നിർത്തിച്ചെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊന്ന് ബോട്ടിങ് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ബോട്ടിങ് ഇല്ലാന്ന് പറഞ്ഞു. ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടില്ല. അപ്പൊ അടുത്ത ആള് പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. അതാ പോകുന്നത് അടുത്ത ആള്. അതാ പോയിട്ടുണ്ട്. പോയാൾ അതുവഴി നേരെ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇറങ്ങും. തിരിച്ചിതോടെ തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളെ സംസാരിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ വന്നേല് ഇപ്പോഴാണ് ഇത്രയും മഞ്ഞുകൊണ്ട് മൂടിയത്. ഈ ഒരു സമയത്താണ് ഇത്രയും മഞ്ഞ് മൂടിയത് കേട്ടോ. മറ്റത് കുറച്ച് ദൂരത്തായിരുന്നു, കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും മഞ്ഞുകൊണ്ട് മൂടിയത്. മക്കളെ ശ്രദ്ധിച്ച് നോക്കി, എൻ്റെ കൺപീലിയൊക്കെ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പൊടിയല്ല കേട്ടോ, മഞ്ഞാണ്. അതൊക്കെ മീശയില് താടിയിലൊക്കെ ഇരിക്കുന്നത് മഞ്ഞാണ്. ഓ, കൺപീലിയിലൊക്കെ നോക്ക്, മഞ്ഞാണ്. നോക്കട്ടെ, നിങ്ങളെ നോക്കട്ടെ. തുടച്ചല്ലേ? എല്ലാവരുടെ താടിയിലും മീശയിലൊക്കെ ഉണ്ട് മഞ്ഞാണ്. അടിപൊളി. സൂപ്പർ. തലയൊക്കെ കുളിച്ച പോലെ മഞ്ഞുണ്ട്. നമ്മുടെ മുട്ടക്കുന്നിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളത് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വന്നില്ലായിരുന്നെങ്കിൽ മിസ്, അത്രേ പറയാനുള്ളൂ. ഇവിടം വരെ വന്നിട്ട് നമ്മൾ, കാരണം ഇതുവഴിയാണ് നമ്മുടെ റൂം പാസ് ചെയ്യുന്നത്, ഈ റോഡ് വഴി. അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്ന് കയറിയിട്ട് പോകുന്നു. അപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മിസ്സായനെ. അപ്പോൾ നമ്മുടെ മുട്ടക്കുന്നിലെ ഈ ഒരു സ്ഥലത്ത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വാഗമൺ ട്രിപ്പ് വിശേഷമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.